പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് വിമാനങ്ങളുടെ റദ്ദാക്കൽ കാരണം യാത്ര പ്രതിസന്ധിയിലായ നിരവധി പ്രവാസികളാണുള്ളത്. പലരുടെയും ജോലിയും കൃത്യമായ ശമ്പളവും മുൾമുനയിലാണ്. കൂടാതെ വിസ കാലാവധി കഴിഞ്ഞാൽ പിഴ ലഭിക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ശരിക്കും എപ്പോൾ അവസാനിക്കുമെന്ന ചർച്ചകൾ വിപുലമായി നടക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് പ്രവാസികൾ ചോദിക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് പ്രവാസികൾക്ക് തന്നെയാണ്. ജോലി മുതൽ നിത്യജീവിതത്തിലെ എല്ലാം താറുമാറായ അവസ്ഥയാണ് പ്രവാസികൾക്കുള്ളത്. വിമാനങ്ങളുടെ റദ്ദാക്കൽ കാരണം യാത്രാ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. പല പ്രവാസികളും ജോലി തുടരുന്നുണ്ടെങ്കിലും കൃത്യമായ ശമ്പളം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. പല പ്രവാസികൾക്കും ജോലികൾ പോലും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുമോ എന്ന ആശങ്കയാണ് ഇനി നിലനിൽക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കുടുംബത്തെ വിസിറ്റിംഗ് വിസയിൽ എത്തിച്ച നിരവധി പ്രവാസികളാണ് ഇന്നുള്ളത്. യുദ്ധം തുടങ്ങിയതോടെ വിമാന സർവീസ് റദ്ദാക്കപ്പെട്ടത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം നാട്ടിലേക്കുള്ള മടക്കവും വലിയ വെല്ലുവിളി നിറഞ്ഞതായി മാറിയിരിക്കുന്നു. വിസ കാലാവധി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. കാരണം കാലാവധി കഴിഞ്ഞാൽ പിഴ ലഭിക്കും. ആദ്യ ദിന പിഴ 250 ദിർഹമാണ്. പിന്നീട് ഓരോ ദിവസത്തിനും പ്രത്യേകം തുകയാണ് ചുമത്തേണ്ടത്. അതായത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ചെലവ് ലക്ഷങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഇരുട്ടടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതും ഇനിയും വലിയ ആശങ്ക നിലനിർത്തുന്നു. അടുത്തൊന്നും ടിക്കറ്റ് നിരക്ക് പഴയതുപോലെ ആകില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ പിഴത്തുക കൂടി നൽകേണ്ട സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് നോക്കാതെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് കൃത്യമായി ലഭിക്കണമെന്നില്ല. പലരും ചെന്നൈ, ബംഗളൂരു, ഡൽഹി തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കാണ് എത്തുന്നത്. ശേഷം ട്രെയിൻ മാർഗം നാട്ടിലേക്ക് പോകുന്നു. നിലവിൽ എയർ ഇന്ത്യ ഇന്ധന സർചാർജ് കൂട്ടിയതും ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. ഇതെല്ലാം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഈ പ്രവാസികൾക്ക്. ഗൾഫ് സർവീസുകൾ വിമാന കമ്പനികൾ 3-1 ചുരുക്കിയത് വലിയ തിരിച്ചടി തന്നെയാണ്. കൂടാതെ മെയ് 15 വരെയുള്ള സർവീസുകൾ കുവൈറ്റിൽ നിന്ന് ജസീറ എയർവേസ് കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് 7 വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളും ജസീറ എയർവേസ് നിർത്തിവച്ചിരിക്കുന്നു. പല ഗൾഫ് പ്രവാസികളും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ ശേഷം വിമാന ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്ന സാഹചര്യം യുദ്ധം ശക്തമായ ഘട്ടത്തിലായിരുന്നു. ഇതിൽ അല്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ആശ്വസിക്കാൻ വകയില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.